Hello guys, welcome to H2H. Today we are discussing the match preview of RCB versus KKR. Venue Eden Gardens which is a heaven for batsmen. We can expect a lot of runs here and fast outfield we can expect a lot of boundaries here. Current point system ഡ്രീം ഇലവൻ്റെ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ബാറ്റ്സ്മാൻ. ഓക്കെ, അതായത് പെർ ബൗണ്ടറി പെർ ഫോറിന് എക്സ്ട്രാ ഫോർ ബോണസ് പോയിന്റ്. അതായത് ഒരു ഫോർ ഇഫ് എ പ്ലെയർ ഹിറ്റ് 1 4 ഹീസ് ഗെറ്റിംഗ് 8 points ഫോർ ദാറ്റ്. ഓക്കെ, 4 runs റൺസിൻ്റെ പോയിന്റ് പ്ലസ് 4 എക്സ്ട്രാ ബൗണ്ടറി ബോണസ് പോയിന്റ്. അതേപോലെ ഒരു 6 ഫാൻറ്റസി 6 എക്സ്ട്രാ ബോണസ് പോയിന്റ് ആണ്. സോ ഇഫ് എ പ്ലെയർ ഹിറ്റ് 6 runs ഇറ്റ് വിൽ ബി 12 ഫാൻറ്റസി പോയിന്റ്സ്. ഓക്കെ, ബോളേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പെർ ഡോട്ട് ബോളിന് 1 point ആണ് 2020. സ്റ്റിൽ ആകെ 24 ബോളാണ് ഒരു ബോളർ എറിയുന്നത്. ഈ 24-ൽ 10 ഡോട്ട് ബോൾസ് ആയി കഴിഞ്ഞാൽ പോലും 10 ബോണസ് പോയിന്റ്സ് മാത്രമാണ് ഒരു ബോളറിന് കിട്ടുന്നത്. ബട്ട് ഇഫ് എ ബാറ്റ്സ്മാൻ സ്കോർ 20-30 runs then he is getting 60-70 ഫാൻറ്റസി പോയിന്റ്സ്. ഓക്കെ, സോ ട്രഡീഷണൽ ഫാൻറ്റസി പോയിന്റ് സിസ്റ്റം അല്ല. ഫാൻറ്റസി പോയിന്റ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വി ഹാവ് ടു അൺലേൺ ആൻഡ് വി ഹാവ് ടു ലേൺ ന്യൂ തിങ്സ്. സോ എന്താണ് ഒരു ബാറ്റിംഗ് ഹെവി സർഫസിൽ ഇത്രയും ബാറ്റിംഗ് ഫാൻറ്റസി പോയിന്റ് സിസ്റ്റം ഫേവറബിൾ ആയിട്ടുള്ളൊരു സൈഡും കൂടെ ബാറ്റിംഗ് ആയതുകൊണ്ട് വി ഹാവ് ടു focus more on batsmen rather than the bowlers. Okay, wicket keeper section we can see 3-4 players. Phil Salt will open the innings along with Virat Kohli. Very important player because he has 4 half centuries in the last 8 games he played at Eden Gardens. പിന്നെ വിക്കറ്റ് കീപ്പറാണ് എക്സ്ട്രാ ബോണസ് പോയിന്റ്, ക്യാച്ച് സ്റ്റംപിങ് എക്സെട്ര അതിൻ്റെ ബോണസ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആൻഡ് വൺ ഓഫ് ദ സേഫസ്റ്റ് ക്യാപ്റ്റൻസി ചോയ്സ് ഫോർ ദിസ് മാച്ച്. നെക്സ്റ്റ് വൺ ക്വിൻ്റൺ ഡി കോക്ക്. ഹീ ഈസ് നോട്ട് ഇൻ ഫോം. ഈ ഒരു സീസണിൽ KKRന് ഓപ്പൺ ചെയ്യുന്ന 2 ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ഒന്ന് സുനിൽ നരേൻ, സെക്കൻഡ് വൺ ഈസ് ക്വിൻ്റൺ ഡി കോക്ക്. ഓക്കെ, again being the wicket keeper I'm going to pick Quinton de Kock. Obviously not in form, not a player who is in form, but IPL എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, this is a platform where the form out players find form. ഓക്കെ, നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് IPL എന്ന് പറയുന്ന ഈ ഒരു വെന്യൂ. അതായത് ഈ ഇത്രയും വലിയൊരു ടൂർണമെൻറ്റിൽ many big flop players come play and they find their form, then they will get a call from international team. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി ഈ ഒരു ഇത്രയും ബാറ്റിംഗ് ഫേവറബിൾ ആയിട്ടൊരു പോയിന്റ് സിസ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനെ ഡ്രോപ്പ് ചെയ്യുന്നത്, അതും വിക്കറ്റ് കീപ്പറിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, ഇറ്റ്സ് വെരി റിസ്കി. ഒബ്വിയസ്ലി ഈസ് നോട്ട് ഇൻ ഫോം, ബട്ട് ഐ എം എക്സ്പെക്ടിങ് ക്വിൻ്റൺ ഡി കോക്ക് ടു ഫൈൻഡ് ഫോം. സ്പെഷ്യലി ഫാസ്റ്റ് ഔട്ട്ഫീൽഡാണ്. ജസ്റ്റ് വൺ എഡ്ജ് കൊണ്ട് ബോൾ പോയാൽ തന്നെ 4 പോകാനുള്ള ചാൻസ് ഉള്ളൊരു വെന്യൂ ആണ്. സോ ഒരു ക്വാളിറ്റി പ്ലെയർ Quinton de Kock. Even if he is not in form, I'm going to pick Quinton de Kock. Again, Jidesh Sharma, finisher ആണ്, വെരി ഗുഡ് ഹിറ്റർ. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് പോയിന്റ് സിസ്റ്റം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് താഴെ ബാറ്റ് ചെയ്യുന്ന ബിഗ് ഹിറ്റേഴ്സ് ആയിട്ടുള്ള ഓൾറൗണ്ടേഴ്സ് ലൈക്ക് ആൻഡ്രെ റസൽ, അതേപോലെ രാമൻദീപ് സിംഗ്, റൊമാരിയോ ഷെഫേർഡ് അല്ലെങ്കിൽ ജിതേഷ് ശർമ്മ, ഇതേപോലുള്ള പ്ലേയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു 3-4 വിക്കറ്റ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ബോൾസ് ഇവർ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 30 അല്ലെങ്കിൽ ഒരു 20 റൺസ് സ്കോർ ചെയ്ത് തന്നെ അപ്പോൾ 60-70 ഫാൻറ്റസി പോയിൻറ്റ്സ് ഓൾറെഡി അവിടെ ആയി ബിക്കോസ് ഓഫ് ദ ബൗണ്ടറീസ്. ഓക്കെ, സോ ഡയറക്ട്ലി ദേ വിൽ കം ഇൻ ടു ദ ഡ്രീം ടീം. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിക്കറ്റ് എടുത്തുള്ളെങ്കിൽ പോലും ഇപ്പോൾ റൊമാരിയോ ഷെഫേർഡ് ഡെത്ത് ഓവർ ബോളറാണ്. ഷെഫേർഡ് വന്ന് ഒരു വിക്കറ്റ് കിട്ടിയുള്ളെങ്കിൽ പോലും ഒരു 5-6 ബോൾസ് ഫേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 3 ബൗണ്ടറീസ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ഡയറക്ട്ലി കം ഇൻ ടു ദ ഡ്രീം ടീം. സോ നമ്മളുടെ ട്രഡീഷണൽ ഫാൻറ്റസി പോയിൻറ്റിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യണം, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണം. ഓക്കെ, വിക്കറ്റ് കീപ്പർ സെക്ഷൻ ഈ 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തു, ക്വിൻ്റൺ ഡി കോക്ക് ആൻഡ് ഫിൽ സോൾട്ട്. റഹ്മാനുള്ള ഗുർബാസ് അഗെയിൻ ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫോം. ലാസ്റ്റ് കുറച്ച് മാച്ചസിൻ്റെ സ്കോർസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ പോലെ, അതായത് സിംഗിൾ ഡിജിറ്റ് സ്കോർസ് മാത്രമാണ്. ബട്ട് അഗെയിൻ ഇഫ് ഹി ഈസ് പ്ലേയിങ് ആസ് ആൻ ഓപ്പണർ then I will definitely pick him because of the surface and because of the conditions. Because Eden Gardensile ഏത് ബാറ്റ്സ്മാൻ വേണമെങ്കിൽ വന്ന് സെഞ്ചുറി അടിക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബാറ്റ്സ്മാൻ വരെ വന്ന് സെഞ്ചുറി അടിക്കാം. സോ റിസ്ക്കിയാണ് ഒരു ടോപ്പ് ഓർഡർ
പ്ലെയറിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ഇഫ് ഹി ഈസ് പ്ലേയിങ് ഇൻ ടോപ്പ് ഓർഡർ then I will definitely pick Rahmanullah Gurupos even though his T20 form is very bad. ബാറ്റിംഗ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഒബ്വിയസ് ചോയ്സ് ആണ്, ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല because of the current point system. Next one, Rajat Patidar, captain of RCB, very 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 important player and one of the safest captaincy choice in this match. ഒന്ന് രജത് പട്ടിദാർ, രണ്ട് ഫിൽ സോൾട്ട്. These two players are in form and safest captaincy choices. Rajat Patidar is coming from a very good domestic form, okay, and one down batsman. I'm expecting him to come at one down. Same venue, Rajat Patidar got a century and a half century, okay, very important player. പിന്നെ വെങ്കടേഷ് അയ്യർ ഓൾറൗണ്ടറാണ്, ബട്ട് കൊൽക്കത്ത ഒരു ഓൾറൗണ്ടറായിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഒരു പ്യുവർലി ബാറ്റ്സ്മാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് വി ക്യാൻ എക്സ്പെക്ട് 1 or 2 ഓവേഴ്സ് ഫ്രം ഹിം ഇഫ് ടീം നീഡ്സ്. ഓക്കെ, ഒരു ഹോൾ കോമ്പിനേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇഫ് ഈസ് പ്ലേയിങ് ആസ് ദ 6th ബോളർ ഹിസ് റോൾ വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തൽക്കാലം വെങ്കടേഷ് അയ്യറിനെ എടുക്കുന്നില്ല, ബട്ട് ആഫ്റ്റർ കൺസിഡറിങ് ദ ഹോൾ കോമ്പിനേഷൻ ആൻഡ് then we will discuss about Venkatesh Iyer. Okay, we'll think about picking Venkatesh Iyer ആ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ ബാറ്റിംഗ് പൊസിഷൻ ഒരു ടോപ്പ് ഫോറിൽ വരുവാണെങ്കിൽ ഒബ്വിയസ്ലി ഐ വിൽ പിക്ക് വെങ്കടേഷ് അയ്യർ ബിക്കോസ് വെരി ഗുഡ് ഹിറ്ററാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെങ്കടേഷ് അയ്യർ ഷുഡ് ഓപ്പൺ ദ ഇന്നിങ്സ് ലൈക്ക് KKR ഡിഡ് ഇൻ ദ പാസ്റ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം സുനിൽ നരൈൻ ഉണ്ട്, അതേപോലെ ക്വിൻ്റൺ ഡ്യൂക്കോക്ക് ഉണ്ട്. സോ മോസ്റ്റ്ലി നരൈൻ ആൻഡ് ഡ്യൂക്കോക്ക് വിൽ ഓപ്പൺ ദ ഇന്നിങ്സ്. വെങ്കടേഷ് അയ്യർ ഓപ്പൺ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. KKRൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ലെഫ്റ്റീസിൻ്റെ, അതായത് ടോപ്പ് ഓപ്പണേഴ്സ് തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. സോ ഓഫ് സ്പിന്നേഴ്സ് ഇൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിൽ ബി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് അജിങ്ക്യ രഹാനെ. അഗെയിൻ രഹാനെ ഫൈൻഡ് ഹിസ് ഫോം. രഹാനെ ഈ ഒരു ലാസ്റ്റ് മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഹീ ഈസ് ഇൻ വെരി ഗുഡ് ഫോം ഇൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ്. ആൻഡ് ഒബ്വിയസ്ലി ഒരു 2 down അല്ലെങ്കിൽ 1 down 2 down 1 down ആ ഒരു പൊസിഷൻ പ്ലെയർ ആണ്. അതിൽ താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്, ക്യാപ്റ്റൻ ഓഫ് KKR. സോ ഐ എം ഗോയിങ് ടു പിക്ക് അജിങ്ക്യ രഹാനെ. ഈസ് ഇൻ വെരി ഗുഡ് ഫോം. ഒത്തിരി സിക്സസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഒബ്വിയസ്ലി വി ക്യാൻ എക്സ്പെക്ട് ബൗണ്ടറീസ് ഫ്രം അജിങ്ക്യ രഹാനെ. 1 boundary is equal to 4 points ആൻഡ് ഐ വിൽ പിക്ക് ഹിം. അഗെയിൻ ഈ ഒരു കറണ്ട് പോയിന്റ് സിസ്റ്റം വെച്ച് റിങ്കു സിംഗ് ടൈപ്പ് പ്ലേയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 balls കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 30 runs സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സിനൊക്കെ ഡയറക്റ്റ്ലി ഡ്രീം ടീമിൽ കയറും. 30 runs വേണ്ട, 20-25 runs ഉണ്ടെങ്കിൽ തന്നെ 50 fantasy points അവിടെ കവർ ആവും മോസ്റ്റ്ലി, അപ്രോക്സിമേറ്റ്ലി. സോ ഇങ്ങനെ ഡൗൺ ഓർഡർ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും റിങ്കു സിംഗ് ആണെങ്കിലും ടിം ഡേവിഡ് ആണെങ്കിലും ഇതേപോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഡ്രീം ടീമിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു കറണ്ട് പോയിന്റ് സിസ്റ്റം വെച്ചിട്ട്. ഓക്കെ, പിന്നെ ഏഡൻ ഗാർഡൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കിങ്സ് 261 runs ചേസ് ചെയ്തൊരു വെന്യൂവാണ്. പഞ്ചാബ് കിങ്സ് ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 balls 4 runs ചേസ് ചെയ്യാൻ പറ്റാതിരുന്നൊരു ടീമാണ്. 8 wickets കയ്യിലുണ്ടായിരുന്നിട്ട് പോലും. പക്ഷേ 261 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ദേ ഹാവ് ചേസ്ഡ് ഇൻ ഏഡൻ ഗാർഡൻസ്, വിച്ച് മീൻസ് ഏഡൻ ഗാർഡൻ ഈസ് എ ഹെവൻ ഫോർ ബാറ്റ്സ്മാൻ, സ്പെഷ്യലി ഫോർ ചേസിങ് ടീം. ഇതൊരു നൈറ്റ് മാച്ചാണ്. ഒബ്വിയസ്ലി ദർ ഈസ് എ ചാൻസ് ഫോർ ഡ്യൂ. സോ സെക്കൻഡ് ഇന്നിങ്സിൽ ബോൾ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ് സ്പിന്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും. ചേസിങ് വിച്ച് മേക്ക് ചേസിങ് മോർ ഈസിയർ. ഓക്കെ, സോ ചേസിങ് ടീമിന് ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഈ ഒരു വെന്യൂവിൽ. ഓക്കെ, റിങ്കു സിംഗ്, ഐ എം നോട്ട് പിക്കിംഗ് റിങ്കു സിംഗ് ബിക്കോസ് ഓഫ് ഹിസ് ലോവർ ബാറ്റിംഗ് ഓർഡർ. വി ഹാവ് അതർ പ്ലേസ് ടു പിക്ക്. ടിം ഡേവിഡ് ഈസ് ഓൾസോ ദെയർ. ഗ്രാൻഡ് ലീഗിൽ ഒരു കോമ്പിനേഷൻ മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. KKRൻ്റെ ടോപ്പ് ഓർഡർ ഫെയിലായി, റിങ്കു സിംഗോ വന്ന്, അതായത് റിങ്കു സിംഗിനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കൽ, വെരി 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 ബാഡ് ഫോം. ഹീ ഈസ് ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫോം. ഓക്കെ, ഈ ഒരു IPL ഫോം കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളത് വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ. Okay, I am not picking Devdutt Padikkal in my team. Jacob Badal, England is giving more opportunities to Jacob Badal. He is actually an all-rounder. He can bowl left-arm orthodox and he can bat as well. Okay, so if he is playing and RCB is playing with 5 proper bowlers, and if he is the 6th bowler, then his importance will be very big because of the fact that he is a left-arm orthodox bowler and there are righties in KKR. Okay. പിന്നെ മനീഷ് പാണ്ഡെ, അക്കോർഡിംഗ് ടു ദ ബാറ്റിംഗ് പൊസിഷൻ വി വിൽ കൺസിഡർ ഹിം ആഫ്റ്റർ ടോസ്.
പിന്നെ ബാക്കി താഴോട്ടുള്ള റോമൻ പോലാണെങ്കിലും രഘുവൻഷി ആണെങ്കിലും ചിക്കാര ആണെങ്കിലും നോട്ട് ഇൻട്രസ്റ്റഡ് ടു പിക്ക്. പിന്നെ let's go to the all-rounder section. Sunil Narine will open the innings. Sunil Narine will bowl 4 overs, and I'm going to pick Sunil Narine. Andre Russell, obviously we cannot drop Andre Russell. 10 ball is enough for him to hit 20-30 runs. Very, very, very important player ആണ് Andre Russell. Plus 2-3 overs along with fire cracker batting in the down order. Finisher ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലിയാം ലിവിങ്സ്റ്റൺ വെരി ബിഗ് ഹിറ്റർ പ്ലെയർ ആണ്. ഐ എം ഗോയിങ് ടു പിക്ക് ലിയാം ലിവിങ്സ്റ്റൺ. ലിയാം ലിവിങ്സ്റ്റണിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഹീ ഈസ് ആക്ച്വലി എ ബോളർ ഹു ക്യാൻ ബോൾ ഓഫ് സ്പിൻ ടു ദ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആൻഡ് ലെഗ് സ്പിൻ ടു ദ റൈറ്റ് ഹാൻഡേഴ്സ്. ഓക്കെ, സോ രണ്ട് സൈഡിലേക്കും ബോൾ ടേൺ ചെയ്യാൻ ചെയ്യുന്ന പ്ലെയറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സിറ്റുവേഷനിൽ വന്ന് ബോൾ എറിയാൻ പറ്റുന്ന പ്ലെയറാണ്. നോർമലി നമ്മൾ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഹാൻഡർ ഔട്ട് ആവണം, ഒരു റൈറ്റ് ആം ഓഫ് സ്പിന്നർ ബോൾ എറിയാൻ വരണമെങ്കിൽ. പക്ഷേ ലിയാം ലിവിങ്സ്റ്റൺ ക്യാൻ ബോൾ ഇൻ എനി സിറ്റുവേഷൻസ് ബിക്കോസ് ഹി ക്യാൻ ബോൾ leg spin against right handers and off spin against left handers. Okay, another player Krunal Pandya, very important. Krunal Pandya വന്ന് ഇവിടെ 5 വിക്കറ്റ് എടുക്കും, 4 വിക്കറ്റ് എടുക്കും എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഹീസ് എ പ്ലെയർ who will take 1 wicket plus who can score 20 runs. Enough. ഒരു ഡ്രീം ടീമിൽ വരാൻ ഇനഫ് ആണ്, അത്രയും ഫാൻറ്റസി പോയിൻറ്റ്സ് മതി. ബിക്കോസ് 20 റൺസിൽ ഒരു 2 ബൗണ്ടറീസും കൂടെ ഉണ്ടെങ്കിൽ അവിടെ 8 അല്ലെങ്കിൽ 12 ബോണസ് പോയിൻറ്റ്സ് ആണ് എക്സ്ട്രാ. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 4 down 5 down കളിക്കുന്ന ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് പോലും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രീം 11 ഈ ഒരു പോയിൻറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ രാമൻദീപ് സിംഗ് നോട്ട് ഇൻട്രസ്റ്റഡ്. മൊയിൻ അലി ഇസ് ഗോയിങ് ത്രൂ വെരി ബാഡ് ഫോം. റൊമാരിയോ ഷിഫോർഡ് ഒബ്വിയസ്ലി യു ക്യാൻ ട്രൈ ഔട്ട്. ഡെത്ത് ഓവർ ബോളറാണ്. പ്ലസ് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്തൊരു 6-7 ബോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 ബൗണ്ടറീസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലെയറാണ്. പിന്നെ ബാക്കിയുള്ള പ്ലേസ് ഒന്നും ഐ എം നോട്ട് ഫോക്കസിങ് മച്ച് അബൌട്ട് ദം. ഓക്കെ, പിന്നെ ബോളിംഗ് സെക്ഷൻ വന്നു കഴിയുമ്പോൾ വരുൺ ചക്രവർത്തി ഒബ്വിയസ്ലി ഈസ് ഇൻ ഹിസ് പ്രൈം ഫോം. ഐ എം പിക്കിംഗ് വരുൺ ചക്രവർത്തി. ജോഷ് ഹേസൽവുഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പിക്കിംഗ് ഹിം. ഒരു എന്താണ്, ഇനിഷ്യൽ സ്വിങ് ഇല്ലെങ്കിൽ ജോസ് ഹേസൽവുഡ് ഒരു വേസ്റ്റ് ആണ് ആക്ച്വലി. ഇനിഷ്യലി ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് വിക്കറ്റ്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഹി വിൽ ട്രബിൾ സുനിൽ നരൈൻ എ ലോട്ട്, ദാറ്റ്സ് ഫോർ ഷുവർ. സുനിൽ നരൈന് ജോസ് ഹേസൽവുഡിൻ്റെ ഓവറിൽ വിക്കറ്റ് ആവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഹി ഹാസ് ട്രബിൾഡ് സുനിൽ നരൈൻ എ ലോട്ട് ഇൻ ദ പാസ്റ്റ്. അതേപോലെ ഭുവനേശ്വർ കുമാർ ആണെങ്കിലും ഹി ഹാസ് ഓൾസോ ട്രബിൾഡ് സുനിൽ നരൈൻ ഇൻ ദ പാസ്റ്റ് എ ലോട്ട്. ഓക്കെ, സോ പിന്നെ നെക്സ്റ്റ് ബോളർ ഐ എം നോട്ട് പിക്കിംഗ് ജോഷ് ഹേസൽവുഡ്. ആൻഡ്രിക് നോർക്കെ, ഇഫ് KKR ബോൾ ഫസ്റ്റ് യു ക്യാൻ പിക്ക് ഹിം. ഭുവനേശ്വർ കുമാർ ഈസ് ഹിയർ. അതേപോലെ ഹർഷത് റാണ ഈസ് ഓൾസോ ഹിയർ. ഇഫ് KKR ബോൾ ഫസ്റ്റ് യു ക്യാൻ കൺസിഡർ ഹർഷത് റാണ ആസ് വെൽ. As of now I am going with Venkatesh Iyer, but looking into other things such as toss and who bowl first, who bat first, then we will definitely change our team. As of now I am going with Venkatesh Iyer in my team. Okay, in captaincy, vice captaincy നോക്കിയാൽ obviously top CVC choices are Phil Salt, Virat Kohli, Rajat Patidar, Sunil Narine and Andre Russell. I am going with Rajat Patidar as my captain, being considering his form. Recently he is in very good form and captain ആണ്, so obviously confidence level will be higher. And Eden Gardens ആണ്. രജത് പട്ടിദാർ ടൈപ്പ് പ്ലേയേഴ്സിന് ഈ ഒരു വെന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു ഭയങ്കര റിസ്കി ഷോട്ട്സ് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല, ഒരു ക്ലാസ് പ്ലെയറാണ്. പെട്ടെന്ന് അങ്ങനെ വിക്കറ്റ് ത്രോ ചെയ്ത് കളയുന്ന ഒരു പ്ലെയർ അല്ല. സോ ആൻഡ് കൺസിഡറിങ് ദ ഫോം ഐ എം ഗോയിങ് വിത്ത് രജത് പട്ടിദാർ ആസ് മൈ ക്യാപ്റ്റൻ. VC ഒബ്വിയസ്ലി ഫീൽ സോൾട്ട്, വിക്കറ്റ് കീപ്പറാണ്. ഇപ്പോൾ ബാറ്റിങ്ങിൽ ഒരു 20 റൺസ് സ്കോർ ചെയ്തോളെങ്കിൽ പോലും ഒരു 2-3 ക്യാച്ചസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ക്യാച്ചസ്, ഒരു റൺ ഔട്ട്, ഒരു സ്റ്റംപിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഡ്രീം ടീമിൽ കയറും ഒരു വിക്കറ്റ് കീപ്പർ. ഓക്കെ, വിക്കറ്റ് കീപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. വി ക്യാൻ ഗോ ലൈക്ക് ദിസ് ഓൾസോ, ബട്ട് ഐ എം ഗോയിങ് വിത്ത് സുനിൽ നരൈൻ ബീങ് ദ ഓപ്പണർ. പിന്നെ ഐഡൻ ഗാർഡൻസ് ആണ്, ഫാസ്റ്റ് ഔട്ട്ഫീൽഡാണ്. ജസ്റ്റ് ബാറ്റിൽ ഒരു എഡ്ജ് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ 4 പോകുന്ന വെന്യൂവാണ്. സുനിൽ നരൈൻ ബിഗ് ഹിറ്ററാണ്. ഒരു 50, 60, 70 റൺസ് ഒന്നും അടിക്കുമെന്ന് പറയുന്നില്ല. ഒരു 20 റൺസ്, ഒരു 20-25 റൺസ് സ്കോർ ചെയ്ത് തന്നെ ദാറ്റ് ഈസ് ഇനഫ്. പ്ലസ് ഹി വിൽ ബോൾ 4 overs. പിന്നെ സുനിൽ നരൈൻ
വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ LBW ബോൾഡ് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. 1 LBW ബോൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 33 ആണ്. നോർമൽ വിക്കറ്റ് പോയിൻറ്റ് 25 ആണ്. സുനിൽ നരൈൻ ഹാസ് എ ഗുഡ് പെർസെൻറ്റേജ് ഓഫ് ബോൾഡ് LBW വിക്കറ്റ്സ്. So is important. I'm going with him as captain, him as vice captain. You can reverse the captain, vice captain also, okay, like this also, but I'm going with Rajat as my captain and Sunil Narayan as my vice captain. Andhra Russell is also a very good PC choice. Okay, so this is my team for this match, and we'll discuss ടീം അപ്ഡേറ്റ് ആഫ്റ്റർ ടോസ്. ഓക്കെ, പിന്നെ IPL സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും വളരെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് പോയുള്ള പൈസ എല്ലാം കൊണ്ട് ഇടരുത്. ഓൾവേസ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഡിസിപ്ലിനായിട്ട് ചെയ്യുക. ഈ ഒരു IPL കുറച്ച് ഡിസിപ്ലിനായിട്ട് കളിക്കുക. ഓക്കെ, ഇത്ര IPL കളിച്ചിട്ടില്ല, ഇത്ര IPL കളിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിസിപ്ലിനോടെ കളി. അതായത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനിക്കുക. എൻ്റെ വാലറ്റിലുള്ള എമൗണ്ടിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 20% മാത്രമേ ഒരു മാച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഐ വിൽ ഇൻവെസ്റ്റ് ഓൺലി 10 to 20% ഓഫ് മൈ വാലറ്റ് എമൗണ്ട് ഇൻ എ സിംഗിൾ മാച്ച്. അങ്ങനെ ഒരു കാര്യം ഡിറ്റർമൈൻ ചെയ്ത് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാച്ച് ലോസ് ആണെങ്കിൽ ലോസ് ആയിക്കോട്ടെ, 20% വാലറ്റേ കുറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ മാച്ച് ലോസായി, അടുത്തൊരു 10% കുറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു അഞ്ചാമത്തെ ആറാമത്തെ മാച്ച് ക്ലീൻ സ്വീപ്പ് ആണെങ്കിൽ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവറാണ്. അല്ലാതെ നിങ്ങൾ ഒരുമാതിരി ഗ്രീഡി ആയിട്ട് ഒരു മാച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്താ, ഫസ്റ്റ് മാച്ച് പോയി, ഓക്കെ പോയി, പിന്നെ വീട്ടിലിരിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എന്താ ഈ ഒരു ഡിസിപ്ലിനോടെ കളിച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ഒരു എമൗണ്ട് മാത്രമേ ഞാൻ ഒരു മാച്ച് ഇൻവെസ്റ്റ് ചെയ്യൂ, ഒരു 10 മാച്ചിൻ്റെ ബാക്കപ്പ് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസോടെ യു ക്യാൻ പ്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ ഗട്ട് ഫീൽസിനെയും കൂടെ കുറച്ചൊക്കെ ട്രസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ വെങ്കടേഷ് അയ്യറിനെ പിക്ക് ചെയ്തെന്ന് പറഞ്ഞ് യു ഡോണ്ട് ഹാവ് ടു പിക്ക് ഹിം. ഒരു ബേസ് കോമ്പിനേഷൻ ഞാൻ തന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പിക്ക് ദാറ്റ് ഫൈനൽ പ്ലെയർ ആസ് പെർ യുവർ ചോയ്സ്. യു ക്യാൻ പിക്ക് ഹർഷത് റാണ ഹിയർ. ചിലപ്പോൾ വെങ്കടേഷ് അയ്യറിന് ഒരു പോയിൻ്റേ കിട്ടത്തുള്ളൂ, നിങ്ങളെടുക്കുന്ന ഹർഷത് റാണയ്ക്ക് ആയിരിക്കും 25-30 പോയിൻറ്റ്സ് അവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഗട്ട് ഫീൽസിനെയും കൂടെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ കൈ ബാക്കപ്പ് വെച്ചിട്ട് കളിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് കോൺഫിഡൻസ് ടു പ്ലേ. അല്ലാതെ ചുമ്മാ ഒരു മാച്ചിൽ അത്ര ഇട്ടു, ഒരു മാച്ചിൽ അതിൻ്റെ ഡബിൾ ഇട്ടു, ഡോണ്ട് ഡൂ ദാറ്റ്, പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. ഈ ഒരു IPL പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അൺലേൺ ചെയ്യും. പ്ലീസ് ലേൺ ന്യൂ തിങ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോ ഇഫ് യു വാണ്ട്, ഐ വിൽ പോസ്റ്റ് വൺ, ഹൗ ടു തിങ്ക് അബൌട്ട് ഫാൻറ്റസി സ്പോർട്സ് ഇൻ 2025. അതേപോലെ ഫാൻറ്റസി പോയിൻറ്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഇഫ് യു വാണ്ട്, ഐ വിൽ പോസ്റ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, പിന്നെ ചുമ്മാ ചാടി കയറി 4 മെമ്പർ 5 മെമ്പർ 6 മെമ്പർ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും മിക്സഡ് ആയിട്ട് മാത്രം കളിക്കുക. ഒരു 2 കോൺടെസ്റ്റ് ഹെഡ് ടു ഹെഡ് ഇട്ടു, 2 3 മെമ്പർ ഇട്ടു, ഒരു 4 മെമ്പർ, മാക്സിമം 4 മെമ്പർ കുറയ്ക്കുക. കറൻ്റ്ലി കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. സോ 4 മെമ്പർ വിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പാടാണ്. ഹോണസ്റ്റ്ലി പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഒരു പ്രോഫിറ്റബിൾ പോർട്ട്ഫോളിയോയിൽ നിൽക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് മിക്സഡ് ആയിട്ട് കളിക്കുക. ഒരു കൂടുതലും 3 മെമ്പർ കളിക്കുക, കുറച്ച് ഹെഡ് ടു ഹെഡ് കളിക്കുക, 1-2 4 മെമ്പറും കൂടെ കളിക്കുക. ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മെമ്പറിൽ ലോസ് ആണെങ്കിൽ പോലും ഈ 2 ഹെഡ് ടു ഹെഡിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ തിരിച്ചു വരും. ഓക്കെ, പിന്നെ നമ്മുടെ ഹോൾ 10 മാച്ച് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് പ്രോഫിറ്റബിൾ തന്നെ ആയിരിക്കും. വേറെ ഡ്രീം ഇലവനിൽ കുറച്ച് കോൺടെസ്റ്റുകളുണ്ട്, മണി ഡബിളിങ് കോൺടെസ്റ്റ്, അതായത് 15 ഇട്ടിട്ട് 30 കിട്ടുന്നൊരു GL ടൈപ്പ് 40% വിന്നേഴ്സ് ഉള്ളൊരു, അത് നല്ലൊരു ബെസ്റ്റ് കോൺടെസ്റ്റ്. അതേപോലെ 45 റുപ്പീസ് ഇട്ട് 90 കിട്ടുന്നൊരു കോൺടെസ്റ്റ് ഉണ്ട്. അതിൽ ആകെ 21 മെമ്പേഴ്സേ ഉള്ളൂ. ഈ 21ൽ ടോപ്പ് 9 വന്നു കഴിഞ്ഞാൽ എത്രയാണ്, 90 റുപ്പീസാണ്. അതായത് മണി ഡബിളാണ്. അങ്ങനത്തെ കോൺടെസ്റ്റുകളൊക്കെ കളിക്കുക മോസ്റ്റ്ലി. ഓക്കെ, 3 മെമ്പർ കളിച്ചോ, 3 മെമ്പർ യു ക്യാൻ പ്ലേ 3 മെമ്പർ. അതേപോലെ ഈ 45 ഇട്ടിട്ട് 90 കിട്ടുന്നത്, അല്ലെങ്കിൽ 500 ഇട്ട് 1000 കിട്ടുന്നത്, അതൊക്കെ ആണെങ്കിൽ 21 സ്പോട്ടിൽ ടോപ്പ് 9 വന്നു കഴിഞ്ഞാൽ തന്നെ ഡബിളാണ്, എമൗണ്ട് ഡബിളാണ്. ഓക്കെ, അത്രയും റിട്ടേൺ തരുന്ന വേറെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട്? അതോടെ തിങ്ക് ചെയ്യും. ഒറ്റയടിക്കങ്ങ് എൻ്റെ 100 ഞാൻ 1000 ആക്കും എന്ന് വിചാരിക്കാതെ എൻ്റെ 100നെ ഞാൻ 150 ആക്കും, ആ 150 ഞാൻ 200 ആക്കും, ആ 200 ഞാൻ 220 ആക്കും. അങ്ങനെ തീരുമാനിച്ചൊന്ന് കളിച്ച് നോക്ക്. ഗ്രീഡിനെസ് ഒഴിവാക്കിയിട്ട് ഈ ഒരു മൈൻഡ് സെറ്റോട് കളിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ പ്രോഫിറ്റ്. ഓക്കെ, അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ഇന്നത്തെ മാച്ചിൽ 10 ലാക്ക് 5 ലാക്ക് കാണാം അങ്ങനെ പറയാതെ
ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഒരു കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റോട് കളിച്ച് നോക്കുക. 10 മാച്ച് വിത്ത് ഡിസിപ്ലിൻ, യു വിൽ ഏൺ എ ലോട്ട്. ഓക്കെ, എന്നിട്ട് ലോസാണ്. ഇത്രയും ഡിസിപ്ലിനോട് കളിച്ച് 10 മാച്ച് കളിച്ചിട്ട് ലോസ് ആണെങ്കിൽ നിർത്തുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. പക്ഷേ അങ്ങനെ ഒരിക്കലും ലോസ് വരില്ല. ഒരു 10 മാച്ച് കളി വിത്ത് ഡിസിപ്ലിൻ, വിത്ത് ഈ ഒരു മെൻറ്റാലിറ്റി എല്ലാം കൂടെ 4 മെമ്പർ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഗ്രീഡിനെസ് ആണ് നമ്മുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ ഒരിക്കലും യു വിൽ നോട്ട് ഏൺ മണി. ഈ ഒരു ഗ്രീഡിനെസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ 100നെ ഒരു 120 എങ്കിലും ഇന്നത്തെ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയമാണ്. കാരണം 20% റിട്ടേൺ ആണ്. 100 റുപ്പീസ് 120 ആയെന്ന് പറഞ്ഞാൽ 20% ആണ് റിട്ടേൺ. നിങ്ങളൊരു ബാങ്കിൽ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ എത്ര റിട്ടേൺ? മാക്സിമം 8% റിട്ടേൺ, അല്ലെങ്കിൽ 9% റിട്ടേൺ ഒരു വർഷത്തിൽ. അത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് 20% റിട്ടേൺ ആണ് ഏൺ ചെയ്തത്. 100 റുപ്പീസ് 120 ആയത്. ആ ഒരു മൈൻഡ് സെറ്റോടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസും വരും, അതേപോലെ ഗ്രീഡിനെസ്സും കുറയും. ആ ഒരു മെൻറ്റാലിറ്റിയോടെ കളിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാലറ്റിലുള്ള 10-15% എമൗണ്ട് മാത്രം ഒരു മാച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 10 മാച്ച് ബാക്കപ്പ് ഇട്ട് മാത്രം കളിക്കുക. ഓക്കെ, നിങ്ങൾ 100 രൂപ ഉള്ളെങ്കിൽ പോലും 10 രൂപ ഒരു മാച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുമോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, 10 രൂപ ഒരു മാച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 10 മാച്ച് കളിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ 5 മാച്ച് കളിക്കാനുള്ള ക്യാഷ് ഉണ്ട് 20 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഒന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു മാച്ചിലിടാൻ 35 രൂപ ഉള്ളെങ്കിൽ അതിടും. 35 രൂപ ഇട്ട് 90 ആവുന്ന ഒരു കോൺടെസ്റ്റ് ഉണ്ട്. അതായത് 21 മെമ്പേഴ്സ് 9 വിന്നേഴ്സ്. 90 35 ഇട്ട് 70, അത് ഡബിൾ ആവുന്ന കോൺടെസ്റ്റ് ഉണ്ട്. 21 മെമ്പേഴ്സിൽ 9 വിന്നേഴ്സ്, 42% വിന്നേഴ്സ് ഉള്ള ആ കോൺടെസ്റ്റ് ഇട്. ഓക്കെ, അങ്ങനെ ഒരു ഡിസിപ്ലിനോടെ കളിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് IPL. പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഒന്നും കാണാൻ നിൽക്കില്ല. ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരാളെ മാത്രം ഫോളോ ചെയ്യുക. അല്ലാതെ അവിടെയും പോയി കണ്ട് ഇവിടെയും പോയി കണ്ട് അവന് ഡീകോക്കിനെ എടുത്തു, ഇവൻ ഡീകോക്കിനെ എടുത്തില്ല, എന്നാൽ ഞാനും എടുക്കുന്നില്ല, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഹോൾ കോമ്പിനേഷൻ വിൽ കൊളാപ്സ്. അല്ലെങ്കിൽ ഫസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ഒരാളെ ഫോളോ ചെയ്തിട്ട് അയാളുടെ ലോസായി, സെക്കൻഡ് മാച്ചിൽ മറ്റവനെ പോയി ഫോളോ ചെയ്യുമ്പോൾ അവൻ്റേത് ലോസായി. അപ്പോൾ ആദ്യം ഫോളോ ചെയ്തവൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഫോളോ ചെയ്യുന്ന ഒരാളെ ഫോളോ ചെയ്യുക. ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ പറയത്തില്ല. യു ക്യാൻ ഫോളോ എനി വൺ. ഓക്കെ, എനി ജെനുവിൻ ഇൻഫ്ലുവൻസേഴ്സ് യു ക്യാൻ ഫോളോ. കാരണം ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല. ഐ എം നോട്ട് എ കൺസിസ്റ്റൻറ്റ് ഡ്രീം 11 പ്ലെയർ ആസ് ഓഫ് നൗ. ഒരു സമയം ഉണ്ടായിരുന്നു തന്നെ ഐ വാസ് സോ മച്ച് കൺസിസ്റ്റൻറ്റ്. വളരെ പാഷനോടെ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ അത്ര കമ്മിറ്റഡും അല്ല, അത്ര കൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, സോ യു ക്യാൻ ഫോളോ എനിബഡി യു വാണ്ട്. യു ക്യാൻ ഫോളോ മീ, യു ക്യാൻ ഫോളോ എനി അതർ വൺ, ദാറ്റ്സ് യുവർ ചോയ്സ്. പ്രിവ്യൂ ഒരാളെങ്കിലും കാണാനുണ്ടെങ്കിൽ, ഒരാളെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു മേക്ക് ദ പ്രിവ്യൂ ഫോർ എവറി മാച്ചസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് മാച്ച്. ഒരു മിനിറ്റ് പോലും നിങ്ങളെ വേസ്റ്റ് ചെയ്തിട്ടില്ല. ടെലിഗ്രാം ചാനലിൽ അതുകൊണ്ട് കഴിഞ്ഞ മാച്ച് ഞാൻ വിൻ ചെയ്തു, കഴിഞ്ഞ മാച്ച് ലക്ഷങ്ങൾ നേടി, അതും ഇതും ഒന്നും പറഞ്ഞിട്ടില്ല. നോ ടൈം വേസ്റ്റ്, നോ ബുൾഷിറ്റ് ടോക്സ്, ജസ്റ്റ് ഫാക്റ്റ് മാത്രം സംസാരിച്ചു. ഐ എം എൻഡിങ് അപ്പ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. ഐ വിൽ നോട്ട് സേ തിങ്സ് ലൈക്ക് ദാറ്റ്. ഏതൊരു വീഡിയോ ആണെങ്കിലും മാക്സിമം 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ടൈം കാണത്തുള്ളൂ, ഡ്യൂറേഷൻ കാണത്തുള്ളൂ. ആ ഒരു ഡ്യൂറേഷനിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നില്ല. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും വരൂ, അവിടെ ഫോളോ ചെയ്യൂ, ഇവിടെ ഫോളോ ചെയ്യൂ, ഒന്നുമില്ല. ജസ്റ്റ് ഇഫ് യു വാണ്ട് യു ക്യാൻ ഫോളോ. ഓക്കെ, ഈ ഒരു പേര് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ടെലിഗ്രാം ചാനൽ. വന്നാലും ഒന്നുമില്ല, വന്നില്ലെങ്കിലും ഒന്നുമില്ല, ബട്ട് യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് മാച്ച്. ഗട്ട് ഫീൽ യൂസ് ചെയ്ത് കളിക്കുക. എൻ്റെ ബേസ് കോമ്പിനേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യും, CVC ചോയ്സസും പ്രൊവൈഡ് ചെയ്യും. പ്ലീസ് ഗോ വിത്ത് യുവർ ഗട്ട് ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാച്ച് എൻജോയ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പാഴാക്കുന്ന ഒരു കാര്യമാവരുത് ഫാൻറ്റസി സ്പോർട്സ്. കുറച്ച് ഫൺ കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാക്കുക. ഡിസിപ്ലിനോടെ കളിക്കുക. ലെറ്റ്സ് ഹാവ് എ ഗുഡ് IPL season ahead. All the best for this match.